ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് നുറുക്ക് ഇതേപോലെ ഞാൻ കുക്കറിലിട്ട് ഒരു 2 വിസിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 4 അച്ച് ബെല്ലം മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോതമ്പ് വേവിച്ചതിനെ ഒരു പാനിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഈ ഒരു വെല്ലപ്പാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നുറുക്ക് ഗോതമ്പാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നുറുക്ക് ഗോതമ്പാണ് നമ്മൾ ഈ ഒരു പായസത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പിൻ്റെ ആണ് ഈ പായസം ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ വെല്ലപ്പാവൊക്കെ നന്നായിട്ട് ആ നുറുക്ക് ഗോതമ്പിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഏത് പായസമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇളക്കി കൊടുക്കുന്ന ആ ഒരു രീതിക്കാണ് നമ്മുടെ പായസത്തിന് ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ബെല്ലവും നുറുക്ക് ഗോതമ്പൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വരട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പായസം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പായസത്തിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കാനുള്ളത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 മുറി തേങ്ങയാണ് ചിരവിയെടുത്ത് അതിൻ്റെ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ നന്നായി തിളച്ച് വന്നിരിക്കുന്ന ഈ ഒരു നുറുക്ക് ഗോതമ്പിലേക്ക് നമ്മൾ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2-ാം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ 2-ാം പാൽ ഒഴിച്ച് പായസം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ പാടില്ല. ഈ ഒരു പായസത്തിൽ നമ്മൾ മിൽക്ക് മെയ്ഡോ പശുവും പാലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്ന പായസമാണ്. പായസം 2-ാം പാൽ ഒഴിച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ പാടില്ല. ഒരു തിള മാത്രം വന്നാൽ മതി. അപ്പോൾ നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ഉപ്പ് ചേർത്തുന്നുണ്ട്. അതേപോലെ തന്നെ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ജീരകം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കട്ടിയായി വരണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നുറുക്ക് ഗോതമ്പാണ്, തണുക്കുമ്പോൾ ഒന്നും കൂടി കുറുകും. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ ഈ പായസം ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ തേങ്ങാക്കൊത്തുകളാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നെയ്യിൽ തേങ്ങാക്കൊത്തുകൾ വഴറ്റിയെടുത്ത് ഈ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റുള്ള പായസമാണ്. എല്ലാവരും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് നമ്മൾക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. താങ്ക്